ഒരിക്കൽ കൂടി ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് തയ്യാറാക്കിയാലോ. ഇത് ബീഫ് റോസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഡിഷാണിത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിലുള്ള ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു റെസിപ്പി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാനിവിടെ മിനി സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് പല വലിപ്പത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ നിന്നും 100 ഗ്രാം സോയ ചങ്ക്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് 100 ഗ്രാം സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കപ്പാണ്. ഇനി ഇത് തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വാങ്ങുന്നത് വലിയ സോയ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ അത് 2ആയിട്ടോ 3ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ തിളച്ച വെള്ളം കളഞ്ഞ ശേഷം 3 തവണ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3ആമത്തെ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് വേണം നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് മസാലയാണിത്. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഈ മസാലയുമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവോടുകൂടിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോയും സോയ ചങ്ക്സുമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഇത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം. ഒരു 3 എണ്ണം വരെയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സോയ ചങ്ക്സിന് ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഇത് തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വീണ്ടും ഇത് 3 തവണ പച്ചവെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങും സോയ ചങ്ക്സും നന്നായിട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിക്കാവൂ. ഞാനിപ്പോൾ നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം.
എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തീ കൂട്ടി വെച്ചിട്ടാണ് 5 മിനിറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നിങ്ങൾക്ക് ചാറോട് കൂടിയാണ് കഴിക്കേണ്ടതെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ അധികം ചാറില്ലാതെ ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. സ്പൂൺ കൊണ്ട് ആ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കനും ബീഫും ഒക്കെ തയ്യാറാക്കുമ്പോൾ അവസാനം ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി അവസാനം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അവസാനമായിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്